സ്പോർട്ടിംഗ് ക്ലബ്ബ് ഡൽഹി പതിവില്ലാത്ത വിധം മെച്ചപ്പെട്ട തയ്യാറെടുപ്പുകളുമായിട്ടാണ് ഇത്തവണ ഇന്ത്യൻ സൂപ്പർ ലീഗിനെ സമീപിക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പഴയ അസിസ്റ്റന്റ് കോച്ചായിരുന്ന തോമസ് ഹൂസിനെ അവർ പരിശീലകനായി നിയമിച്ചു. റിയലിസ്റ്റിക് ആയിട്ടുള്ള കോമ്പറ്റേറ്റീവ് ഫീൽഡിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് തന്നെ നിരവധി താരങ്ങളെ ഇതിനോടകം അവർ സ്വന്തമാക്കിയതിന് പിന്നാലെ 2 വിദേശ താരങ്ങളുടെ സൈനിങ് കൂടി സ്വന്തമാക്കിയിട്ടുണ്ട്. ബുരുണ്ടി ഇന്റർനാഷണൽ മധ്യനിര താരമായിട്ടുള്ള റിച്ചാർഡ് ഡൈഷിമെ എന്ന താരത്തിന്റെ കോൺട്രാക്ട് അവരെ സ്വന്തമാക്കി. 22 വയസ്സുകാരനായിട്ടുള്ള ഡൈഷിമെ എന്ന ഈ യുവ മിഡ്ഫീൽഡറുടെ കോൺട്രാക്ട് അവരൊരു ലോങ് ടേമിലേക്കാണ് സ്വന്തമാക്കിയത്. അതുകൂടാതെ അവർ പ്രതിരോധ നിരയിലേക്കും കൃത്യമായിട്ടുള്ള ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുണ്ട്. കൊളംബിയൻ പ്രതിരോധ നിര താരമായിട്ടുള്ള ഡുവാൻ മഫേരിയ എന്ന താരത്തിന്റെ സൈനിങ് കൂടി ഡൽഹി സ്വന്തമാക്കിയിട്ടുണ്ട്. ഈ ഡൽഹി ഫ്രാഞ്ചൈസി എന്ന് പറയുമ്പോൾ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ആദ്യത്തെ ഡൽഹി ഡൈനാമോസ് ഫ്രാഞ്ചൈസി കിട്ടുപോയതിനു ശേഷം വീണ്ടും ഒരു ഡൽഹി ഫ്രാഞ്ചൈസി അവർക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളത് നല്ല കാര്യമാണ്. അപ്പം ഡൽഹിയിൽ നല്ല സ്റ്റേഡിയങ്ങളുണ്ട്. സോ അതിനെയൊക്കെ എഫക്റ്റീവായിട്ട്, അതായത് പഴയ നെഹ്റു കപ്പൊക്കെ നടക്കുന്ന ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം, ആ സ്റ്റേഡിയം കൃത്യമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കാര്യങ്ങൾ നല്ല സ്മൂത്തായിട്ട് പോകും. അവിടെ തലസ്ഥാനത്തെ ഫുട്ബോൾ ഗ്രോത്തിന് ഡൽഹി സ്പോർട്ടിംഗ് ക്ലബിലൂടെ എന്തെങ്കിലുമൊക്കെ സംഭാവന നൽകാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ലതായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഏതായാലും ബുറുണ്ടി ഇന്റർനാഷണൽ താരമായിട്ടുള്ള റിച്ചാർഡ് ഡൈഷിമയും പിന്നെ കൊളംബിയൻ പ്രതിരോധ താരമായിട്ടുള്ള ഡുവാൻ ഫെയറിയെയും വന്നതോടുകൂടി അവർ വിദേശ താരങ്ങളുടെ കാര്യത്തിലും ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പറാക്കി എന്ന് പറയുമ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ ഇപ്പോഴും ഒരു റബ്ബർ ബാൻഡ് എടുത്ത് വലിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് ദുഃഖകരമായിട്ടുള്ള ഒരു വസ്തുത കൂടിയാണ്.